യൂറോപ്പ് യാത്രയുടെ ഭാഗമായി ഇന്ന് നാം നെതർലൻഡ്സിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. കിങ്ഡം ഓഫ് നെതർലാൻഡ്സിന്റെ യൂറോപ്പിലുള്ള പ്രദേശമാണ് നെതർലാൻഡ്സ് എന്നറിയപ്പെടുന്നത്. കരീബിയനിലെ നെതർലാൻഡ്സ്, ആന്റിലോർസ്, അറുബ എന്നിവയാണ് കിങ്ഡം ഓഫ് നെതർലാൻഡ്സിന്റെ മറ്റ് പ്രദേശങ്ങൾ. പടിഞ്ഞാറൻ യൂറോപ്പിലാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. വടക്ക് പടിഞ്ഞാറ് നോർത്ത് കടൽ, തെക്ക് ബെൽജിയം, കിഴക്ക് ജർമ്മനി എന്നിവയുമായി ഇത് അതിർത്തി പങ്കിടുന്നുണ്ട്. ആംസ്റ്റർഡാമാണ് ഇതിന്റെ തലസ്ഥാനവും ഏറ്റവും വലിയ നഗരവും. നെതർലാൻഡ്സ് പലപ്പോഴും ഹോളണ്ട് എന്ന് വിളിക്കപ്പെടാറുണ്ട്. വാസ്തവത്തിൽ ഇവിടുത്തെ 12 പ്രവിശ്യകളിൽ 2 മാത്രമാണ് വടക്കൻ ഹോളണ്ടും തെക്കൻ ഹോളണ്ടും. ഈ രാജ്യത്തെ ജനങ്ങളെയും ഭാഷയെയും സൂചിപ്പിക്കാൻ ഡച്ച് എന്ന പദം ഉപയോഗിക്കുന്നു. യൂറോപ്യൻ യൂണിയൻ, നാറ്റോ, OECD എന്നീ സംഘടനകളുടെ ആരംഭം മുതൽ നെതർലാൻഡ്സിൽ അവയിൽ അംഗങ്ങളുമാണ്. നെതർലാൻഡ്സിൽ എത്തിച്ചേർന്ന നാം ആദ്യമായി കാണാൻ എത്തിയിരിക്കുന്നത് യുനെസ്കോ പൈതൃക പട്ടികയിലുള്ള കാറ്റാടി യന്ത്രങ്ങളുടെ ഒരു ബൃഹത് പ്രദേശമാണ്. പഴയ നൂറ്റാണ്ടുകളിൽ തന്നെ ധാരാളമായി കാറ്റാടി യന്ത്രങ്ങൾ മനുഷ്യന്റെ വിവിധ ഉപയോഗങ്ങൾക്കായി ഇവിടെ ഉപയോഗിച്ചിരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്ന കാറ്റാടി യന്ത്രങ്ങൾ. ആ കാറ്റാടി യന്ത്രങ്ങളും അതിൻ്റെ സംവിധാനങ്ങളും ഒക്കെ കണ്ട് അവിടെ നിന്ന് നാം മുന്നോട്ട് യാത്ര തിരിച്ച് ക്യൂക്കനോഫ് എന്ന മറ്റൊരു മനോഹര പ്രദേശത്തേക്കാണ് നാം എത്തിച്ചേർന്നിരിക്കുന്നത്. ഈ ക്യൂക്കനോഫ് എന്ന് പറയുന്ന പ്രദേശം യൂറോപ്പിലെ ഗാർഡൻ എന്ന് അറിയപ്പെടുന്നത് ഇത് ലോകത്തിലെ ഏറ്റവും വലിയ പൂന്തോട്ടങ്ങളിൽ ഒന്നുകൂടിയാണ്. നെതർലാൻഡ്സിലെ തെക്കൻ ഹോളണ്ടിൽ ലിസയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം ക്യൂക്കൻ ഓഫ് എന്നാണ് അറിയപ്പെടുന്നത്. ക്യൂക്കൻ ഓഫ് മാർക്കിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് അനുസരിച്ച് പൂക്കൾ ഉണ്ടാക്കുന്ന ഏകദേശം 7 ലക്ഷം ബൾബുകൾ വർഷം തോറും ഇവിടെ നട്ടുപിടിപ്പിക്കുന്നു. ഇത് 32 ഹെക്ടർ വിസ്തൃതിയിലാണ് ഈ പൂന്തോട്ടം രൂപകൽപ്പന ചെയ്തിരിക്കുന്നതും പരിപാലിച്ച് വരുന്നതും. കബീജപത്രികളിലെ ലിലിയോസീസ് കുടുംബത്തിൽപ്പെടുന്ന ഉദ്യാന സസ്യമാണ് ടൂലിപ്പ് എന്ന് പറയുന്നത്. ഇതിന് 109ലധികം തരങ്ങൾ ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത്. തല കീഴായിട്ടുള്ള പുഷ്പത്തിനെ പ്രതിനിധീകരിക്കുന്നു എന്നാണ് ടൂലിപ്പ് എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ടൂലിബൻ എന്ന പേർഷ്യൻ വാക്കിൽ നിന്നാണ് ടൂലിപ്പ് എന്ന പേര് ഉത്ഭവിച്ചത് എന്നാണ് കരുതപ്പെടുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇത് ഹോളണ്ടുകാരുടെ പ്രിയപ്പെട്ട പുഷ്പമായിരുന്നു. ഈ ടൂലിപ്പിനെ വളരെ മനോഹരമായി നട്ടുപരിപാലിച്ച് വളർത്തുന്ന ഒരു ഗാർഡൻ കാണാനായിട്ടാണ് ഇപ്പോൾ നാം ഈ ക്യൂക്കനോഫ് പ്രദേശത്ത് എത്തിയിരിക്കുന്നത്. അവിടെ നിന്നും ആവശ്യമായ എൻട്രി ടിക്കറ്റും ഒക്കെ എടുത്ത് ഈ ടൂലിപ്പ് ഗാർഡൻ കാണാനായി നാം ഈ ഗാർഡനിനുള്ളിലേക്ക് കടന്നിരിക്കുകയാണ്. ഒത്തിരിയേറെ പ്രവാസികളെ ആകർഷിക്കുന്നതും പ്രതിനിത്യം ഒത്തിരിയേറെ പ്രവാസികൾ എത്തുന്നതുമായ ഒരു വളരെ പ്രശസ്തമായ ഒരു പ്രദേശമാണ് ഈ ടൂലിപ്പ് ഗാർഡൻ, ഇല്ലെങ്കിൽ ക്യൂക്കനോഫ് എന്ന് പറയുന്ന ഈ ഗാർഡനുകൾ. നാം എത്തുമ്പോൾ തന്നെ ധാരാളം യാത്രികർ ഇവിടെ എത്തുകയും ഈ ഗാർഡന് ചുറ്റും നടന്നും ഈ ഗാർഡനുള്ളിൽ നടന്നും ധാരാളം ഫോട്ടോകളും വീഡിയോകളും ഒക്കെ എടുക്കുന്നതും നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെ സഹയാത്രികരോടൊപ്പം ഈ ടൂലിപ്പ് ഗാർഡനിലേക്ക് എത്തുകയും ഇതിൻ്റെ വിശാലവും മനോഹരവുമായ പ്രദേശങ്ങളിലൂടെ നടന്ന് കുറേയധികം സമയം ഇവിടെ ചിലവഴിച്ച് ധാരാളം ഫോട്ടോകളും ധാരാളം വീഡിയോകളും എടുത്ത് അങ്ങനെ ഈ ടൂലിപ്പ് ഗാർഡന്റെ മനോഹരിത മനസ്സു നിറയെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഈ ടൂലിപ്പ് ഗാർഡന്റെ മനോഹരിത ആസ്വദിക്കുമ്പോൾ ഞാൻ ഈ ടൂലിപ്പ് ഗാർഡനെ പറ്റിയും അതിൻ്റെ ഉത്ഭവത്തെ പറ്റിയുമാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഹോളണ്ടിൽ നിന്നും ഈ മനോഹരമായ പുഷ്പം ഡച്ചിലും അമേരിക്കയിലും യൂറോപ്പിലും എത്തിച്ചേരുകയും അവിടെയെല്ലാം വാണിജ്യാടിസ്ഥാനത്തിലുള്ള കൃഷി ആരംഭിക്കുകയും ചെയ്തു. വസന്തകാലത്തെ ഏറ്റവും പകിട്ടുള്ള ഒരു പുഷ്പ ഇനമാണ് ഈ ടൂലിപ്പ് എന്ന് പറയുന്ന സസ്യം.
സാധാരണ ഒറ്റത്തണ്ടിൽ വിരിയുന്ന പൂക്കളാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. എന്നാൽ ചില ഇനങ്ങളിൽ ഒന്നിലേറെ പൂക്കൾ ഒരു തണ്ടിൽ നിന്നും ഉണ്ടാകുന്നു. ടൂലിപ്പ് പൂക്കൾ പല വർണ്ണത്തിൽ ഉണ്ട്. എന്നാൽ നീല നിറത്തിലുള്ള ടൂലിപ്പ് പുഷ്പങ്ങൾ കാണാറില്ല. ചെടിയുടെ ആകൃതിയും വലിപ്പവും ഏത് സ്ഥലത്തും ഇവ നട്ടുവളർത്തുന്നതിന് അനുയോജ്യമായ വിധത്തിൽ ഉള്ളതാണ്. 75 സെന്റിമീറ്റർ ഉയരത്തിൽ വരെ വളരുന്ന ഇനങ്ങളുണ്ടെങ്കിലും സാധാരണയായി 30 സെന്റിമീറ്ററിൽ താഴെ മാത്രം വളരുന്ന ഇനങ്ങളാണ് ഏറെ നട്ട് വളർത്തുന്നതും. അങ്ങനെ ഏത് രീതിയിൽ നോക്കിയാലും വളരെയേറെ ജനങ്ങളെ ആകർഷിക്കുന്ന ഒരു പുഷ്പമാണ് ഈ ടൂലിപ്പ് എന്ന് പറയുന്നത്. ഇത് സെപ്റ്റംബർ മുതൽ ഡിസംബർ വരെയുള്ള മാസങ്ങളിൽ കിഴങ്ങ് നട്ട് ചെടി മുളപ്പിച്ചെടുക്കുന്ന രീതിയിലാണ് കൃഷി ചെയ്യുക. നല്ല നീർ വാർച്ചയുള്ള മണ്ണും സൂര്യപ്രകാശവും ടൂലിപ്പുകളുടെ വളർച്ചയ്ക്ക് അനിവാര്യമാണ്. കിളച്ച് മറിച്ച് നിരപ്പാക്കിയ മണ്ണിൽ ചാണകപ്പൊടിയും എല്ലുപൊടിയും മണലും ചേർത്ത് ഇളക്കുന്നു. 10 മുതൽ 25 സെന്റിമീറ്റർ അകലത്തിലായി 10 മുതൽ 15 സെന്റിമീറ്റർ ആഴത്തിലാണ് കിഴങ്ങ് നടുന്നത്. തണുപ്പ് കാലത്ത് മണ്ണിന് മുകളിൽ കരിയില വിരിച്ചിടണം. തണുപ്പ് അധികമായാൽ കിഴങ്ങിൽ നിന്നും മുളയെടുക്കാൻ കാലതാമസം നേരിടുകയും തന്മൂലം പുഷ്പകാലം വൈകുകയും പുഷ്പങ്ങൾ നിറം കുറഞ്ഞതായി വിരിയുകയും ചെയ്യും. ധാരാളം വലിപ്പവും തനതായ നിറവുമുള്ള പുഷ്പങ്ങൾ ഉണ്ടാവുകയാണ് ഈ ടൂലിപ്പിന്റെ ശരിയായ രീതിയിലുള്ള കൃഷി മൂലം. ടൂലിപ്പ് പുഷ്പകാലത്തിനു ശേഷം ഇലകൾ ഉണങ്ങി നശിച്ചാലും കിഴങ്ങ് മണ്ണിൽ തന്നെ അവശേഷിക്കും. ചിലയിടങ്ങളിൽ കിഴങ്ങ് കിളച്ചെടുത്ത് കഴുകി നടിയിൽ സമയം വരെ തണലും തണുപ്പുമുള്ള സ്ഥലത്ത് സൂക്ഷിക്കാറുണ്ട്, ഇവ കെട്ടുപോകാതിരിക്കാൻ. കിഴങ്ങ് ശാഖകളായി പിരിയാറില്ല. ഒരു കിഴങ്ങിൽ നിന്നും 9ഓളം പുഷ്പങ്ങൾ ഉണ്ടാകുന്നു. ഇലകൾ നീണ്ട് വീതി കുറഞ്ഞതോ അണ്ഡാകാരത്തിലുള്ളതോ ആയിരിക്കും എന്നതാണ് ഈ ടൂലിപ്പ് സസ്യങ്ങളുടെ ഒരു പ്രത്യേകത. പുഷ്പത്തിന് 3 ബാഹ്യ ദളങ്ങളും 3 ദളങ്ങളും 6 കേസരങ്ങളും ഉണ്ടായിരിക്കും. ദളങ്ങളും ബാഹ്യദളങ്ങളും കാഴ്ചയിൽ ഒരുപോലെ ഇരിക്കും. കേസര തണ്ടുകൾക്ക് ദളപുടങ്ങളെ അപേക്ഷിച്ച് നീളം കുറവാണ്. 3 അറകളുള്ള സമ്പുടം ആണ് ഫലം. ഇവയിൽ അനേകം പരന്ന വിത്തുകളും ലഭിക്കാറുണ്ട്. വിത്ത് പാകി മുളപ്പിച്ച് നടുമ്പോൾ ഭംഗിയുള്ള ഒറ്റ നിറത്തിലുള്ള പുഷ്പങ്ങൾ തന്നെ ഉണ്ടാകുമെങ്കിലും ആവർത്തനം കൂടുന്തോറും പുഷ്പങ്ങൾക്ക് അഴകും നിറവും കുറഞ്ഞു വരും. ഇതുമൂലം കിഴങ്ങാണ് മുഖ്യ നടീൽ വസ്തുവായി ഉപയോഗിക്കാറുള്ളത്. ഇങ്ങനെ നട്ട് പരിപാലിക്കുന്ന പുഷ്പങ്ങൾ വളരെ മനോഹരമായി തളിർക്കുകയും കിളിർക്കുകയും ധാരാളം പുഷ്പങ്ങൾ അവയിൽ നിന്നും നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നു. പല നിറത്തിലുള്ളതും പല വർണ്ണത്തിലുള്ളതും പല ആകൃതിയിലുള്ളതും പല ഉയരത്തിലുള്ളതും ആയ ധാരാളം സസ്യങ്ങളാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പല പല ആകൃതിയിൽ അതിനെ നട്ട് പരിപാലിച്ചു വരുന്നു. പല ആകാരത്തിലും പല വലിപ്പത്തിലുമുള്ള ടൂലിപ്പ് സസ്യങ്ങളും നമുക്ക് ഈ ടൂലിപ്പ് ഗാർഡനിൽ ധാരാളമായി കാണാൻ സാധിക്കുന്നതാണ്. പല വർണ്ണങ്ങളിലെ ടൂലിപ്പ് ചെടികൾ ഇടകലർത്തി നട്ട് പരിപാലിച്ച് അവ പൂവിടരുമ്പോൾ അതിമനോഹരമായ കാഴ്ചയാണ് അവ നമുക്ക് പ്രദാനം ചെയ്യുന്നത്. ഇങ്ങനെ ടൂലിപ്പ് ഗാർഡനിൽ നിന്നും ടൂലിപ്പ് ഗാർഡനിലൂടെ ഉള്ള ഉൾവഴികളിലൂടെ നടന്ന് ധാരാളം ടൂലിപ്പ് സസ്യങ്ങളെയും പൂവുകളെയും കണ്ട് പ്രകൃതിയുടെ മനോഹരിത ആവോളം ആസ്വദിച്ച് ഈ വിശാലമായ ഗാർഡനുള്ളിൽ തലങ്ങും വിലങ്ങും യാത്രാ സംഘത്തിലെ ഓരോരുത്തരും നടക്കുകയാണ്. മറ്റ് എവിടെ തുടങ്ങണം, എവിടെ അവസാനിക്കണം, എവിടെയൊക്കെ കാണണം, ഏതെല്ലാം തരത്തിലും ഏതെല്ലാം നിറത്തിലുമുള്ള ടൂലിപ്പ് സസ്യങ്ങളാണ് കാണേണ്ടത് എന്ന് നമുക്ക് യാതൊരു നിശ്ചയവുമില്ലാത്ത ഒരു തരം നടപ്പാണ് ഇവിടെ. കാരണം അത്രയേറെ വിവിധ തരങ്ങളിലെ ടൂലിപ്പ് സസ്യങ്ങളാണ് ഇവിടെ നട്ട് പിടിപ്പിച്ചിരിക്കുന്നതും
വളർത്തി പരിപാലിച്ചു വരുന്നതും. 32 ഏക്കറിൽ വിസ്തരിച്ച് കിടക്കുന്ന ഈ ഗാർഡനുള്ളിൽ ഏതാണ്ട് 2-3 ദിവസം കൊണ്ട് കണ്ടു തീർക്കാൻ മാത്രം അത്ര അധികം തുലിപ്പ് സസ്യങ്ങളാണ് ഇവിടെ നട്ട് വളർത്തി പരിപാലിച്ചു വരുന്നത്. ഇവയെല്ലാം കണ്ടു തീർക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 2-3 ദിവസം മുഴുവനും ഈ ഗാർഡനുള്ളിൽ നാം ചിലവഴിക്കേണ്ടതാണ്. അങ്ങനെ ചിലവഴിക്കാൻ ഉള്ള സമയക്കുറവ് മൂലം കിട്ടിയ 1-2 മണിക്കൂറിൽ നാം ഇവിടെ സഞ്ചരിക്കുകയും ധാരാളം തുലിപ്പ് സസ്യങ്ങളെ കാണുകയും അവയുടെ ഭംഗി ആസ്വദിക്കുകയും ഒപ്പം തന്നെ ധാരാളം ഫോട്ടോകൾ എടുക്കുകയും ഒക്കെ ചെയ്ത് ഇതിൻ്റെ ഭംഗി ആവോളം ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ വിശാലമായ തുലിപ്പ് ഗാർഡനിലെ മനോഹരമായ കാഴ്ചകൾ കണ്ട് ധാരാളം ഫോട്ടോകളും നാം ഈ മനോഹരമായ കാഴ്ചകളെയൊക്കെ നമ്മുടെ മനസ്സിലും ഹൃദയത്തിലും നിറച്ച് സന്തോഷത്തോടെ ഈ തുലിപ്പ് ഗാർഡനോടും കൂക്കനോപ്പിനോടും നെതർലാൻഡ്സിനോടും വിട പറഞ്ഞ് നമ്മുടെ യൂറോപ്പ് യാത്ര തുടരുകയാണ് മറ്റ് പ്രദേശങ്ങളിലേക്ക്.